ന്യൂസ് 18 മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പുറത്തുവിട്ടത് അത് ഐഷ കൊലപാതകത്തിൽ സെബാസ്റ്റ്യൻ കുറ്റസമ്മതം നടത്തിയെന്ന് കേസ് ഡയറി. ഐഷ കൊലപാതകത്തിന്റെ കേസ് ഡയറിയുടെ പകർപ്പ് ന്യൂസ് 18 പുറത്തുവിട്ടു. കോട്ടയം ക്രൈംബ്രാഞ്ചിനോടാണ് കുറ്റസമ്മത മൊഴി. സ്വർണവും പണവും തിരികെ ചോദിച്ചതിന്റെ പ്രതികാരമാണ് ഈ കൊലപാതകം. പള്ളിപ്പുറത്തെ വീട്ടുവളപ്പിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടങ്ങളിൽ ഐഷയുടേതും ഉണ്ട് എന്ന നിഗമനത്തിലാണ് പോലീസ്. പള്ളിപ്പുറത്തെ വീടിന്റെ പരിസരത്ത് വെച്ചായിരുന്നു ഐഷയുടെ അവസാന ടവർ ലൊക്കേഷൻ പോലീസ് ലഭിച്ചത്. ശരണ്യ സ്നേഹജൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശരണ്യ, ഈ കേസ് ഡയറിയിൽ എന്തൊക്കെയാണ് ഏറ്റവും കൂടുതലായി നോട്ട് ചെയ്തത്? എൽദോ ഐഷ തിരോധാന കേസിലെ ഏറ്റവും നിർണായകമായ വിവരങ്ങൾ അടങ്ങിയ കേസ് ഡയറി കോടതിയിൽ ചേർത്തല പോലീസ് സമർപ്പിച്ച കേസ് ഡയറിയുടെ പകർപ്പാണ് ന്യൂസ് 18 പുറത്തുവിടുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായി പറയുന്നത് ഐഷ കൊല്ലപ്പെട്ട ദിവസം ഏത് എന്നത് ആ കേസ് ഡയറിയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് 2012 മെയ് 13 വൈകിട്ട് 4 മണിയോടെ പള്ളിപ്പുറത്തെ സെബാസ്റ്റിന്റെ വീട്ടിൽ ഐഷ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ആ കേസ് ഡയറിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. മൃതദേഹാവശിഷ്ടങ്ങൾ എങ്ങനെ മറവ് ചെയ്തു എന്നതിനെ സംബന്ധിച്ച് അതിൽ വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ ആ ദിവസം തന്നെ ഐഷ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. വൈകിട്ട് 4 മണിയോടുകൂടി പള്ളിപ്പുറത്തെ സെബാസ്റ്റിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അവസാന ടവർ ലൊക്കേഷൻ അവിടെയാണ്. അതിനുശേഷം ഐഷയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. മറ്റ് സുപ്രധാനമായ വിവരങ്ങൾ, അതായത് ഐഷയുടേത് കരുതിക്കൂട്ടിയുള്ള കൊലപാതകമായിരുന്നു എന്നുള്ളത് ഈ കേസ് ഡയറിയിൽ വിശദീകരിക്കുന്നുണ്ട്. സെബാസ്റ്റ്യനാണ് ഐഷയുടെ വീടിന്റെ സമീപത്തുള്ള ക്ഷേത്രത്തിന്റെ ഭാഗത്ത് നിന്നും ഐഷയെ ആ പള്ളിപ്പുറത്തെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത്. അതിൽ തന്നെ വീട്ടിലെത്തിച്ച ശേഷം ഐഷയെ കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നേരത്തെ നമ്മൾ പുറത്തുവിട്ട ഐഷയുടെ അടുത്ത സുഹൃത്തായ സ്ത്രീയുടെ വെളിപ്പെടുത്തൽ കൃത്യമാണ് എന്നുള്ളതാണ്. അത് സ്ഥിരീകരിക്കുന്ന വിവരങ്ങളും ഈ കേസ് ഡയറിയിലുണ്ട്. സ്വർണവും പണവും അപഹരിക്കുന്നതിന് വേണ്ടിയാണ് ഐഷയെ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് കേസ് ഡയറിയിൽ വ്യക്തമാക്കുന്നത്. അതിൽ തന്നെ നേരത്തെ ഐഷയുടെ സുഹൃത്തായ സ്ത്രീ ന്യൂസ് 18 പറഞ്ഞിരുന്നു 1.5 പവൻ സ്വർണവും 2 ലക്ഷം രൂപയും ഐഷ സ്വന്റെ സ്ഥലം രജിസ്ട്രേഷന് വേണ്ടി കരുതി വെച്ചിരുന്നു. ഈ തുക പലപ്പോഴായി സെബാസ്റ്റ്യൻ കൈവശം ആക്കി. ആ തുക തിരികെ ചോദിച്ചതാണ് ഈ പ്രകോപനത്തിലേക്ക് പോയത് എന്നുള്ളത് അന്വേഷണ സംഘം ഈ സ്ത്രീ, അതായത് ഐഷയുടെ അടുത്ത സുഹൃത്തായ സ്ത്രീ നമ്മളോട് വ്യക്തമാക്കിയിരുന്നു. പിന്നാലെ ഇവരുടെ 2 പേരുടെയും രഹസ്യമൊഴി ചേർത്തല പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തു. ഇന്നലെ ചേർത്തല CI ലൈസാദ് മുഹമ്മദിന്റെ നേതൃത്വത്തിലുള്ള സംഘം കസ്റ്റഡി അപേക്ഷ സെബാസ്റ്റ്യനായി നൽകിയിരുന്നു. സെബാസ്റ്റ്യൻ ഇപ്പോൾ ഉള്ളത് ചേർത്തല പോലീസിന്റെ കസ്റ്റഡിയിലാണ്. അയാളുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. അതിനിടയിലാണ് ഏറ്റവും നിർണായകമായ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന കേസ് ഡയറി ന്യൂസ് 18 ഇപ്പോൾ പുറത്തേക്ക് വിടുന്നത്. അവിടെ റിമാൻഡ് റിക്വസ്റ്റിന് വേണ്ടി നൽകിയ റിപ്പോർട്ടും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ടത് പള്ളിപ്പുറത്തെ വീട്ടുവളപ്പിൽ കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടങ്ങൾ ജൈനമ്മയുടേത് മാത്രമല്ല എന്നുള്ള ഒരു നിഗമനത്തിലേക്കും കൂടി അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട്. കാരണം അവിടെ നിന്ന് കണ്ടെത്തിയ ഒരു പല്ലിൻ്റെ ഭാഗം അത് ജൈനമ്മയുടേത് അല്ല എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്കാണ്. പക്ഷേ സമാനമായ രീതിയിൽ പല്ലിന് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുള്ള ആളാണ് ഐഷ. അതുകൊണ്ട് തന്നെ ഐഷയുടേതാകാം, ആ എല്ലിൻ കഷ്ണങ്ങൾ ഐഷയുടേതാകാം എന്നുള്ള ഒരു സൂചന കൂടി അന്വേഷണ സംഘം ഈ കേസ് ഡയറിയിൽ നൽകുന്നുണ്ട്. അന്ന് വൈകിട്ട് 4 മണിയോടുകൂടി പള്ളിപ്പുറത്തെ വീട്ടിലെത്തിച്ചാണ് ഈ കൊലപാതകം നടന്നിട്ടുള്ളത്. ടവർ ലൊക്കേഷൻ വന്നത് ഈ 4 മണിയോടും അടുപ്പിച്ച് പള്ളിപ്പുറത്തെ വീടിൻ്റെ പരിസരത്തുണ്ട്. അതിനുശേഷം ഫോൺ സ്വിച്ച് ഓഫ് ആണ്. നമുക്കറിയാം, ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ആദ്യം പുറം ലോകത്തോട്, അതായത് ഐഷ കേസ് ഒരു മിസ്സിംഗ് കേസായി മാത്രമാണ് നിലനിന്നിരുന്നത്. എന്നാൽ ആ തിരോധാന കേസ് ഒരു കൊലപാതക കേസായി മാറുന്നത് ന്യൂസ് 18 റോസമ്മ എന്ന സെബാസ്റ്റ്യന്റെ മുൻ പെൺസുഹൃത്തും ഐഷയുടെ സുഹൃത്തുമായ സ്ത്രീ നടത്തിയ വെളിപ്പെടുത്തലാണ്. ഐഷ ഇത്തരത്തിൽ വസ്തു രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി കരുതി വെച്ച പണം വാങ്ങാനായി പോയതാണ്. സെബാസ്റ്റ്യനാൽ കൊല ചെയ്യപ്പെടാൻ കാരണം സെബാസ്റ്റ്യൻ അവരെ കൊന്നതാകും എന്നുള്ളതായിരുന്നു റോസമ്മ നടത്തിയ വെളിപ്പെടുത്തൽ. പിന്നീട് ഐഷയുടെ അയൽവാസിയായ എലിസബത്ത് ജേക്കബ് എന്ന അധ്യാപികയും റോസമ്മയും സെബാസ്റ്റ്യനും ഐഷയും തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന് നമ്മളോട് സ്ഥിരീകരിച്ചു. സ്ഥലം വാങ്ങുന്നതിന് വേണ്ടി എലിസബത്ത് ജേക്കബിനെയും സെബാസ്റ്റ്യൻ സമീപിച്ചിരുന്നു എന്നുള്ള കാര്യം ആ ടീച്ചർ നമ്മളോട് പറയുകയുണ്ടായി. അത് കുറച്ചുകൂടി ശക്തമായ രീതിയിലുള്ള ഒരു തെളിവായിരുന്നു ഐഷയുടെ ഏറ്റവും ഒടുവിൽ നമ്മൾ പുറത്തുവിട്ട ഐഷയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ സ്ത്രീ നമ്മളോട് പങ്കുവച്ച വിവരം. അതായത് ഈ ഐഷ കൊല്ലപ്പെടുന്നത് ശനിയാഴ്ചയാണ്. ഈ ശനിയാഴ്ചയ്ക്ക് മുമ്പ് വെള്ളിയാഴ്ച ദിവസം സെബാസ്റ്റ്യനും
സെബാസ്റ്റ്യനുമായി ഐഷയുടെ വീട്ടിൽ വെച്ച് ഐഷയും സെബാസ്റ്റ്യനും തമ്മിൽ വഴക്ക് നടന്നിരുന്നു എന്നുള്ളത് ദൃക്സാക്ഷിയായ സ്ത്രീ നമ്മളോട് വ്യക്തമാക്കി. മാത്രമല്ല, അന്ന് സെബാസ്റ്റ്യൻ ഐഷയുടെ മുഖത്തടിച്ചു. നിന്റെ പണം എനിക്ക് വേണ്ട, ഞാൻ തന്നേക്കാം, പള്ളിപ്പുറത്തെ വീട്ടിലേക്ക് എത്തൂ എന്നുള്ള നിർദ്ദേശമാണ് നൽകിയത്. സെബാസ്റ്റ്യന്റെ ശക്തമായ അടിയേറ്റ് ഐഷയുടെ മുഖം മുറിഞ്ഞ് രക്തം വരുന്നുണ്ടായിരുന്നു എന്നുൾപ്പെടെ ഈ ദൃക്സാക്ഷിയായ സ്ത്രീ നമ്മളോട് വ്യക്തമാക്കി. ഈ സംഭവത്തിന് സാക്ഷിയായ സ്ത്രീയെ പിന്നീട് സെബാസ്റ്റ്യൻ ഐഷ തിരോധാനത്തിന് ശേഷം നേരിട്ട് കണ്ട് ഭീഷണിപ്പെടുത്തി എന്നടക്കമുള്ള വിവരങ്ങളും അവർ നമ്മളോട് പങ്കുവച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഐഷയുടെ സുഹൃത്തുക്കളായ 2 സ്ത്രീകളുടെ രഹസ്യമൊഴി ചേർത്തല കോടതിയിൽ പോലീസ് രേഖപ്പെടുത്തി. ആ ഒരു മൊഴിയുടെ കൂടെ അടിസ്ഥാനത്തിൽ ഇതൊരു 302 അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി സെബാസ്റ്റ്യനെ പ്രതി ചേർത്തുകൊണ്ട് അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് നൽകുകയായിരുന്നു. ഇപ്പോൾ ഇതാ നമ്മൾ കുറേ നാളുകളായി ന്യൂസ് 18 വാർത്താ സംഘം നടത്തിയ അന്വേഷണത്തിന് ഒരു ഫലം കണ്ടിരിക്കുന്നു. ഐഷയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള ഒരു വ്യക്തതയിലേക്ക് കാര്യങ്ങൾ മറ്റെന്തൊക്കെ ഈ കൊലപാതകം, അദ്ദേഹത്തിന്റെ സ്ഥിരം ഈ സെബാസ്റ്റ്യന്റെ ക്രൂരകൃത്യങ്ങൾ അത് പതിവാണല്ലോ. വീട്ടുവളപ്പിൽ കൊണ്ടുവരിക, വീടിനുള്ളിൽ നിന്ന് തലക്കടിച്ചു കൊല്ലുക, അതേ മാതൃകയിൽ തന്നെ ഈ ഐഷയും കൊലപ്പെടുത്തിയെന്നാണ് സെബാസ്റ്റ്യൻ ക്രൈംബ്രാഞ്ചിനോട് പറഞ്ഞത്. കേസ് ഡയറിയിൽ മറ്റെന്തൊക്കെ കാര്യങ്ങളാണുള്ളത്? ഇനി ഈ പല്ല് അതൊരു നിർണായകമായിട്ടുള്ള ഒരു തെളിവായി വിശ്വസിക്കുന്നു അന്വേഷണ സംഘം. അപ്പോൾ DNA പരിശോധന പോലുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങിയിട്ടുണ്ടോ ഇതിനോടകം? ഇതിനകത്ത് ഈ കാലപ്പഴക്കം ഒരു വലിയ പ്രശ്നം തന്നെയാണ്. പിന്നെ സെബാസ്റ്റ്യൻ അത് ഡിസ്പോസ് ചെയ്ത രീതിയും പ്രധാനപ്പെട്ടതാണ്. അതായത് കത്തിച്ച് നശിപ്പിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ കത്തിയത് കൂടാതെ കത്താത്ത അവശിഷ്ടങ്ങളും കൂടെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ DNA സാമ്പിൾസിൻ്റെ റിസൾട്ടിൽ ഫലം കാണുമെന്നുള്ളതാണ്. പക്ഷേ ഇത് നല്ല പഴക്കമുള്ള കേസുകളായതുകൊണ്ട് തന്നെ, ഈ അസ്ഥികൾക്ക് പഴക്കമുള്ളത് കൊണ്ട് തന്നെ അത് വിദഗ്ധമായ പരിശോധന ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അഹമ്മദാബാദിലെ ലബോറട്ടറിയിലാണ് ഈ പരിശോധന നടക്കുന്നത്. ഇതുവരെ റിപ്പോർട്ട് ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഒന്നിലധികം ആളുകൾ, ജൈനമ്മയുടെ മാത്രമല്ല, ജൈനമ്മ കേസ് കൊലപാതകം നടന്ന 8 മാസത്തിന് ശേഷമാണ് അന്വേഷണ സംഘം സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടിലെത്തുന്നത്. പക്ഷേ അത് ജൈനമ്മയുടെ മാത്രമല്ല, മറിച്ച് മറ്റൊന്നിലധികം സ്ത്രീകളുടേതുണ്ട് എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് വന്നു. മറ്റൊന്ന്, ക്രൈംബ്രാഞ്ച് ജൈനമ്മ കേസിൽ ചോദ്യം ചെയ്ത സമയത്ത് ഒരു കൺഫെഷൻ ഇയാളുടെ പേരിൽ ഉണ്ടായി എന്നുള്ളതാണ്. അതായത് സെബാസ്റ്റ്യൻ ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്തിയതുപോലെ തന്നെ ഐഷയെ കൊലപ്പെടുത്തി എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ബിന്ദുവിനെ ഇയാൾ കഴുത്ത് ഞെരിച്ചാണ് കൊലപ്പെടുത്തിയെങ്കിൽ ജൈനമ്മയെ തലക്കടിച്ചായിരുന്നു കൊലപ്പെടുത്തിയത്. ഇത് എങ്ങനെയെന്നുള്ളത് വ്യക്തമായിട്ടില്ല. അത് വരും ദിവസങ്ങളിൽ ഈ 5 ദിവസത്തെ ചോദ്യം ചെയ്യലിനിടയിൽ അന്വേഷണ സംഘത്തിന് ഇത് കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ്. പക്ഷേ ചോദ്യം ചെയ്യലുടനീളം നിസ്സഹരണം അയാൾ മറ്റിടങ്ങളിലെ പോലെ കാണിക്കുന്നുണ്ട്. പക്ഷേ അയാളിൽ നിന്ന് കാര്യങ്ങൾ ബ്രേക്ക് ചെയ്ത് തെളിവ്, കാരണം ഇത്രയധികം സാക്ഷികൾ എൽദോ ഇയാൾക്ക് ദൃക്സാക്ഷി അടക്കം ഇയാളും ഐഷയും തമ്മിലുള്ള ബന്ധത്തിനുണ്ടെങ്കിൽ പോലും ഐഷയെ അറിയുകയില്ല എന്നുള്ള നിലപാടിലാണ് അയാൾ നിൽക്കുന്നത്. എന്തായാലും ഈ 5 ദിവസത്തിനുള്ളിൽ സെബാസ്റ്റ്യനെ ബ്രേക്ക് ചെയ്ത് പരമാവധി വിവരങ്ങൾ എടുക്കാനാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ചേർത്തലയിലെ അന്വേഷണ സംഘം. ശരി, വളരെ നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് ശരണ്യ സ്നേഹിജൻ പുറത്തുവിട്ടത്. പ്രത്യേകിച്ചും ഈ കേസ് അന്വേഷണത്തിന്റെ നാൾ വഴികളിൽ മുഴുവൻ ന്യൂസ് 18 വാർത്താ സംഘം നടത്തിയ ഇടപെടൽ അത് നിർണായകമായിരുന്നു. അന്വേഷണ സംഘത്തിനും അത് സഹായകരമായി മാറിയിട്ടുണ്ട്, ചൂണ്ടുപലകയായിട്ടുണ്ട് പലവട്ടവും. എന്നാണ് ഇപ്പോൾ കേസ് ഡയറി, ഐഷ കൊലക്കേസിലെ കേസ് ഡയറിയുടെ പകർപ്പാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിട്ടത്.